ഹായ്, ഏവർക്കും സൈലം യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് കേറ്റിറ്റ് പരീക്ഷയെ സംബന്ധിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. കേറ്റിറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടീച്ചിങ് എലിജിബിലിറ്റി എക്സാം ആയ കേറ്ററ്റിലേക്ക് മലയാളത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, അത്യാവശ്യം ഒന്ന് നന്നായി പഠിച്ചാൽ കേറ്ററ്റിലെ ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ പറഞ്ഞ മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ മലയാളത്തിൽ തന്നെ നമുക്കറിയാം അല്ലേ, ബോധന ശാസ്ത്രമുണ്ട്, അപ്പോൾ ബോധന രീതികളുണ്ട്, അതിനകത്ത് ചില പദ്ധതികളുമുണ്ട്. നമുക്ക് ഭാഷാ പഠന സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ കുറേ അറിയേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അതിനെ ബേസ് ചെയ്ത് ധാരാളം ചോദ്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത് കുറച്ച് ബോധന രീതികളാണ്. ബോധനം എന്നത് അധ്യയനം തന്നെയാണ്. എങ്ങനെയാണ് അധ്യാപനം അല്ലേ? അധ്യാപനമാണ് ബോധനം. അത് നമ്മുടെ ആശയങ്ങൾ ആസ് എ ടീച്ചർ നമ്മൾ കുട്ടികളിലേക്ക് എങ്ങനെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ബോധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ബോധന മാധ്യമമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മലയാളമാണ് അല്ലേ? നമ്മുടെ സർക്കാർ സ്കൂളുകളിലൊക്കെയും നമ്മുടെ ബോധന മാധ്യമം എന്ന് പറയുന്നത് മലയാളമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മലയാളം ഒരു മീഡിയം അഥവാ മാധ്യമമായി ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ രീതികളിലൂടെ നമുക്ക് നമ്മുടെ ആശയങ്ങൾ ആശയം എങ്ങനെ കുട്ടികളിലേക്ക് അവതരിപ്പിക്കാനാകും, അതിനെയാണ് നമ്മൾ ബോധന രീതി എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് ഡിഡക്റ്റീവ് മെത്തേഡ് അഥവാ നിഗമന രീതിയാണ്. ഒന്നെന്താണ് ഡിഡക്റ്റീവ് മെത്തേഡ് അഥവാ നിഗമന രീതിയാണ്. വ്യാകരണ ഭാഗത്തിൻ്റെ നിർവചനം നൽകുകയും അധ്യാപകൻ വിശദീകരിക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും ഒരു വ്യാകരണം കുട്ടിയിലേക്ക്, അപ്പം നമ്മളിപ്പം ശരിക്കും ഈ ഒരു നിഗമന രീതി ഞാൻ വ്യാകരണത്തിൽ ഊന്നി നിന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു ഗ്രാമർ പോർഷൻ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു. വ്യാകരണത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ നിർവചനം കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ട് അധ്യാപകൻ തന്നെ അതങ്ങ് വിശദീകരിക്കും. നാമം എന്നാൽ എന്താ? പേരായ ശബ്ദമാണ് നാമം. ഓക്കെ, ഇപ്പൊ പേരായ ശബ്ദത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാമം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അതുപോലെ അത് കഴിഞ്ഞ് ഈ ഒരു നാമത്തെക്കുറിച്ച് അധ്യാപകനൊന്ന് നിർവചിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ പറയാൻ പോകുന്നത് അതിൻ്റെ ഉദാഹരണമാണ്. നിർവചനം കഴിഞ്ഞാൽ പിന്നെ അധ്യാപകൻ അത് ഉദാഹരണം പറയും. ഉദാഹരണം കഴിഞ്ഞിട്ടാണ് വിശദീകരണത്തിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് പരീക്ഷണം, അതായത് പഠിപ്പിച്ച കാര്യങ്ങൾ കുട്ടിക്ക് അറിയാമോ എന്ന് നോക്കുന്നതിനായി കുറച്ച് മാതൃകാ ചോദ്യങ്ങളൊക്കെ കൊടുക്കാം. അത്തരത്തിൽ ആദ്യം ഡെഫിനിഷൻ കഴിഞ്ഞ് എക്സാമ്പിൾ കഴിഞ്ഞ് എക്സാമ്പിൾ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ, ഈ ഒരു രീതിയിലായിരിക്കും പലപ്പോഴും വ്യാകരണം പോലുള്ള നിഗമന രീതി നടപ്പാക്കുന്നത്. അധ്യാപകൻ സംസാരിക്കുകയും കുട്ടികൾ കേൾവിക്കാരായിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ അധ്യാപകൻ ഒരു പ്രത്യേക ഭാഗത്തെക്കുറിച്ച്, അതായത് ഒരു പ്രത്യേക ടേമിനെ കുറിച്ച് പറയുമ്പോൾ അധ്യാപകൻ ഒരു വക്താവാകുന്നു, കുട്ടി ഒരു ശ്രോതാവാകുന്നു അല്ലേ? ഇവിടെ നമുക്ക് എന്ത് പറയാം? വക്താവും ശ്രോതാവുമായി മാറുകയാണ്. വക്താവും ശ്രോതാവുമായി മാറുന്നു. അവിടെയാണ് നമ്മൾ നിഗമന രീതി അഥവാ ഡിഡക്റ്റീവ് മെത്തേഡിൻ്റെ പ്രാധാന്യം കടന്നു വരുന്നത്. അധ്യാപകൻ ഒരു വക്താവ്, പറയുന്നയാൾ. കുട്ടിയാകട്ടെ അധ്യാപകൻ എന്തു പറയുന്നുവോ അത് കേട്ട് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഉദാഹരണ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പിന്നീട് അത് ചോദ്യരൂപേണ കുട്ടിയുടെ നേർക്ക് വരുമ്പോൾ അത് പറയാൻ വില്ലിങ്ങായി കുട്ടി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യുന്നു. തത്വസമർത്ഥന രീതി എന്ന് പറയും. അപ്പോൾ ബോധന രീതിയിലെ തത്വസമർത്ഥന രീതി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? തത്വസമർത്ഥന രീതി എന്നതുകൊണ്ട് നിഗമന രീതിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിർവചനം പറഞ്ഞ് അതിൻ്റെ ഉദാഹരണം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത പരീക്ഷണം നടത്തി പോകുന്ന രീതിക്കാണ് തത്വസമർത്ഥന രീതി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ആഗമന രീതി അഥവാ ഇൻഡക്റ്റീവ് മെത്തേഡ്? അപ്പം ആഗമന രീതി എന്ന് പറഞ്ഞാൽ യുക്തമായ ഉദാഹരണങ്ങൾ നൽകി അവ നിരീക്ഷിക്കും. ആദ്യം എന്തെങ്കിലും എക്സാമ്പിൾ പറയും. ഇതിങ്ങനെയല്ലേ, അതങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് എക്സാമ്പിൾ പറയും. ഈ എക്സാമ്പിൾ ഒന്ന് വിശകലനം ചെയ്തിട്ട് സവിശേഷത മനസ്സിലാക്കും. ഒരു എക്സാമ്പിൾ ഉദാഹരണം, യുക്തമായ ഉദാഹരണങ്ങൾ നൽകി നിരീക്ഷിക്കും. അത് കഴിഞ്ഞ് വിശകലനത്തിലേക്ക് പോയി അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് നോക്കും. അതിലൂടെ ഒരു പ്രമാണത്തിൽ എത്തിച്ചേരും. പ്രമാണം ഒരു നിഗമനം അല്ലേ?
ഒരു ഉറപ്പിക്കൽ, ഒരു നിഗമനത്തിൽ എത്തിച്ചേരും. തുടർന്ന് പ്രമാണം ഉറപ്പിക്കാൻ അഭ്യാസം നൽകും. അഭ്യാസം ക്വസ്റ്റ്യൻസ് അല്ലേ? ഇതാണ് ആഗമന രീതി. അപ്പോൾ അവിടെ ആഗമന രീതിയുടെ ഇവിടെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അതുപോലെ നിഗമന രീതിയിലും ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഏരിയയിൽ നിന്നാണ്. അതിൻ്റെ ഓർഡറാണ് ചോദിക്കുന്നത്. ആദ്യം ഉദാഹരണം, പിന്നെ വിശകലനം, പിന്നെ നിർവചനം, അതും കഴിഞ്ഞ് അഭ്യാസം എന്നതാണ് ഈ ആഗമന രീതിയുടെ പ്രത്യേകത. അപ്പോൾ ആദ്യം നമ്മൾ ഉദാഹരണം കൊടുക്കണം, പിന്നെ വിശകലനം കൊടുക്കണം, പിന്നെ നിർവചനം കൊടുക്കണം, പിന്നെയാണ് ക്വസ്റ്റ്യൻ, പരീക്ഷണം എന്നുള്ള നിലയിലേക്ക് വരുന്നത്. അടുത്തത് നോക്കണേ, ക്രീഡാരീതി. എന്താണ് ക്രീഡാരീതി എന്ന് നോക്കൂ. ക്രീഡ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. കളി. ക്രീഡ മീൻസ് കളി. കളിക്കുന്നതിനെയാണ് ക്രീഡ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഠനവാഞ്ച ഉദ്ദീപിപ്പിച്ചാൽ അത് നിലനിർത്തണം അല്ലേ? കുട്ടിക്ക് പഠിക്കണം എന്ന തോന്നൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, പഠിക്കണമെന്നുള്ളൊരു തോന്നൽ കുട്ടിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം? പഠനത്തിൻ്റെ ഒരു വാഞ്ച അഥവാ പഠനത്തിൻ്റെ പിന്നെ ഒരു വാഞ്ച കുട്ടിയിലേക്ക് കൊണ്ടുവന്നാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? അത് ഉദ്ദീപിപ്പിച്ചാൽ അത് നിലനിർത്തണം നമ്മൾ അല്ലേ? അത് നിലനിർത്തി കൊണ്ടുപോകേണ്ടത് ഒരു അധ്യാപകന്റെ ചുമതലയാണ്. പഠനവാഞ്ച ഉദ്ദീപിപ്പിച്ചാൽ നിലനിർത്തണം. വാഞ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹമാണ്. എന്താണ്? ആഗ്രഹം. അപ്പൊ പഠിക്കാനുള്ള ഒരാഗ്രഹം കുട്ടിയിലേക്ക് നിങ്ങൾ ഉണ്ടാക്കിയാൽ, പഠിക്കാനുള്ള ഒരാഗ്രഹം നിങ്ങൾ കുട്ടിയിലേക്ക് ഉണ്ടാക്കിയാൽ അവിടെ എന്ത് ചെയ്യണം? അത് നിലനിർത്തണം. ആത്മവിശ്വാസം ഇല്ലായ്മ കുട്ടിക്ക് കാണും, സങ്കോചം കാണും. ഇവയിൽ നിന്നൊക്കെ കുട്ടിയെ പുറത്തു കൊണ്ടുവരണം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചിലപ്പോൾ ക്ലാസ്സിൽ കംഫർട്ട് സോണിലായിരിക്കില്ല അല്ലേ? ചില ആത്മവിശ്വാസം ഇല്ലായ്മ അവനുണ്ടാവാം, സെൽഫ് കോൺഫിഡൻസ് കുറവായിരിക്കും, എപ്പോഴും ഒരു ഷൈ നാച്ചറായിരിക്കും. ഇതിൽ നിന്നൊക്കെ കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് നല്ല അധ്യാപികയോ അധ്യാപകനോ ആണ്. അതിന് വ്യക്തിബന്ധം സ്ഥാപിക്കണം അല്ലേ? കുട്ടിയോട് ഒട്ടും അടുക്കാത്ത ഒരു അധ്യാപകനോ അധ്യാപികയ്ക്കോ കുട്ടിക്ക് സെൽഫ് കോൺഫിഡൻസ് കൊടുക്കാനോ അവൻ്റെ ഷൈ നാച്ചർ കളയാനോ പറ്റില്ല. അവനെ തന്നിലേക്കൊന്ന് അടുപ്പിച്ച് ഒരു വ്യക്തിബന്ധം അധ്യാപകർ സ്ഥാപിക്കണം. അങ്ങനെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായ സമീപനത്തിലൂടെ പഠനത്തിൽ കുട്ടിയെ പങ്കാളിയാക്കുക. എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പോൾ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ 2 കുട്ടികളോ അല്ലെങ്കിൽ 5 കുട്ടികളോ ചിലപ്പോൾ മുഖ്യധാരയിൽ നിന്ന് മാറി മറ്റുള്ളവരുടെ അതേ രീതിയിൽ കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയോ ഒന്നുമില്ലാത്ത കുട്ടികളായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ അങ്ങനെ പാർശ്വവൽക്കരിക്കരുത്. അവരെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? അവരുമായിട്ടൊരു വ്യക്തിബന്ധം സ്ഥാപിച്ച് ആത്മവിശ്വാസം കൊടുത്ത് സങ്കോചം ഒഴിവാക്കി മുഖ്യധാരയിലേക്ക് എന്ത് ചെയ്യണം? ആ കുട്ടികളെയും കൊണ്ടുവരണം. അപ്പം അതാണ് ഈ ക്രീഡാരീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന. കളികളിലൂടെയും പാട്ടുകളിലൂടെയും വിനോദങ്ങളിലൂടെയും ഒക്കെ ആശയങ്ങൾ അവതരിപ്പിക്കാനും അവനിലേക്ക് എത്തിക്കാനും നമ്മൾ ശ്രമിക്കണം. ഇനിയുള്ളതാണ് ഡാൾട്ടൺ പ്ലാൻ അഥവാ ഡാൾട്ടൺ പദ്ധതി. ഹെലൻ പാർക്കേറ്റ്സ് എന്ന അമേരിക്കൻ വനിത ആവിഷ്കരിച്ച സ്വയം പഠന രീതിയാണ് ഡാൾട്ടൺ പദ്ധതി. കുട്ടിയുടെ വ്യക്തിപരമായ കഴിവുകളും ആവശ്യങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് പഠന പ്രവർത്തനങ്ങൾ രൂപീകരിക്കും. അതിനെയാണ് നമ്മൾ ഡാൾട്ടൺ പദ്ധതി. ചില കുട്ടികൾക്ക് നന്നായി വരയ്ക്കാനുള്ള കഴിവുണ്ടാവും, എന്നാൽ വാചികമായ കഴിവ് കുറച്ച് കുറവായിരിക്കും. അവന് സംസാരിക്കാൻ അല്ലെങ്കിൽ അവന് ആ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും സംസാരത്തിലൂടെ പ്രസൻറ്റ് ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി കുറച്ച് കുറവാണ്. അതേസമയം നന്നായി വരയ്ക്കും, നല്ല രീതിയിൽ പോസ്റ്ററുകൾ തയ്യാറാക്കും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവരുടെ കഴിവ് മനസ്സിലാക്കി അതിൻ്റെ പ്രവർത്തനം നീ ചെയ്തോ. അപ്പോൾ ക്ലാസ്സിൽ ഗ്രൂപ്പായിട്ടൊക്കെ ഒരു പ്രവർത്തനം നടക്കുന്ന സമയത്ത് കുറച്ച് പേര് സെമിനാർ അവതരിപ്പിക്കട്ടെ, നിങ്ങൾ കുറച്ച് പേര് പോസ്റ്റർ ക്രിയേഷൻ അതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് വരയ്ക്കാൻ കഴിവുള്ളവരെ നമുക്ക് അതിൽ പ്രോത്സാഹനം കൊടുക്കാം. ഓരോ കുട്ടിയും അവൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ള വിഷയം ഇഷ്ടമുള്ള സമയം വരെ പഠിക്കട്ടെ. ചില കുട്ടികൾക്ക് സയൻസ് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്കാകട്ടെ ലാംഗ്വേജ്, ചിലർക്ക് മാത്സാണ് ഇഷ്ടം. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കണം. സ്വയം തയ്യാറാക്കുന്ന പഠന പദ്ധതികൾ അധ്യാപകൻ്റെ സഹായത്തോടെ മെച്ചപ്പെടുത്തി പഠിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാചികമായ കഴിവില്ലാത്ത കുട്ടിയെ നിനക്ക് വാചികമായി കഴിവില്ല എന്ന് പറഞ്ഞ് എന്നും നമ്മൾ അതിൽ പ്രോത്സാഹിപ്പിക്കാതെ എന്ത് ചെയ്യണ്ട? മാറ്റിയിടണ്ട അല്ലേ? അതായത് നമുക്ക് എന്ത് ചെയ്യണം? അവനെ കൂടി ഒന്ന് കൺസിഡർ ചെയ്ത് കൊണ്ടുവരാൻ വേണം. ഒപ്പം എന്തും ചെയ്യണം? നമ്മൾ
അവനിഷ്ടമുള്ളതിലേക്ക് കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കൊടുക്കാൻ അനുവദിക്കുകയും ചെയ്യണം. അതായത് എപ്പോഴും സ്റ്റുഡൻ്റ് ഓറിയൻറ്റഡ് ആണ്. അതായത് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ ഒരു സമീപനമാണ് ഡാൾട്ടൺ പദ്ധതി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനിയുള്ളത് പ്രത്യക്ഷ ബോധനം അഥവാ ഡയറക്റ്റ് ടീച്ചിങ് ആണ്. എന്താണ് പ്രത്യക്ഷ ബോധനം? ഭാഷാ അഭ്യാസനത്തിലെ ഒരു പ്രധാന തത്വമാണ് പ്രത്യക്ഷ ബോധനം. മലയാളമൊക്കെ പഠിക്കുമ്പോൾ, ഭാഷ പഠിക്കുമ്പോൾ പ്രധാനമായും അധ്യാപകർ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു രീതിയാണ് ഈ പ്രത്യക്ഷ ബോധനം. എന്താണ് പ്രത്യക്ഷ ബോധനം? ഭാഷാഭ്യാസനത്തിലെ ഒരു പ്രധാന തത്വമാണ് പ്രത്യക്ഷ ബോധനം. കാണുന്ന വസ്തുവിന് വിശ്വാസ്യതയേറും. അത് ശരിയാണല്ലേ? ദൃഷ്ടി പതിയുന്നത് അല്ലെങ്കിൽ കാഴ്ചയിലൂടെ വിഷ്വൽസിന് കുറച്ചുകൂടി നമ്മൾ അത് വിശ്വസിക്കും, വിശ്വാസ്യത വരും. പാഠ്യവസ്തുവോ വസ്തുതയോ കുട്ടിയുടെ മുമ്പിൽ കാണിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പഠനം സുഗമമാക്കുന്ന രീതിയാണിത്. നമ്മൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ സസ്യത്തെക്കുറിച്ചും സസ്യത്തിൻ്റെ ഘടനയെക്കുറിച്ചുമാണ് പഠിക്കുന്നതെങ്കിൽ ഒരു ചെടി പിഴുതെടുത്ത് കൊണ്ടുപോകാം. അതിൻ്റെ വേര്, അതിൻ്റെ തണ്ട്, അതിൻ്റെ ഇല, ആ ഇലയിലുള്ള ചെറു സുഷിരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകുളം, ഇതൊക്കെ നമുക്ക് കുട്ടിയെ കാഴ്ചയിലൂടെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഈ പറഞ്ഞ കാഴ്ച അല്ലെങ്കിൽ കുട്ടി കാണുന്നതിലൂടെ, അവൻ വിഷ്വലൈസ് ചെയ്യുന്നതിലൂടെ കുറച്ചുകൂടി കാര്യങ്ങൾ വിശ്വസനീയമായി അവനിലേക്ക് എത്തിച്ചേരും. അതിനെയാണ് പ്രത്യക്ഷ ബോധനം അഥവാ ഡയറക്റ്റ് ടീച്ചിങ് എന്ന് പറയുന്നത്. പ്രത്യക്ഷമായ വസ്തുക്കളിൽ നിന്ന് അവയിൽ അടങ്ങിയിരിക്കുന്ന സാമാന്യ തത്വങ്ങളിലേക്ക് കടക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ചെടിയെടുത്ത് കുട്ടിയെ കാണിച്ചിട്ട് അതിനെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാൻ പറയുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? വേര്, തണ്ട്, ഇലയിലാണ് എന്നിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം. വേര് വഴിയാണ് ജലവും ലവണവും ഒക്കെ ഇത് വലിച്ചെടുക്കുന്നത് അല്ലേ? ഇലയിൽ എന്താ ചെയ്യുക? ഇലയിൽ നടക്കുന്നത് ഈ പറഞ്ഞ എന്താണ്, പ്രകാശ സംശ്ലേഷണമാണ്. അതിനകത്ത് നടക്കുന്നത് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി ഭക്ഷണ നിർമ്മാണം അല്ലേ? അതിൻ്റെ കിച്ചനാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. മൂർത്തമായതിൽ നിന്ന് അമൂർത്തമായതിലേക്ക് എന്ന അനുക്രമീകരണ തത്വം ഇതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം പ്രത്യക്ഷ ബോധനത്തിലാണ് മൂർത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വിസിബിളായിട്ടുള്ളതിൽ നിന്ന്, നമുക്ക് കാണാൻ പറ്റുന്നതിൽ നിന്ന് ഇൻവിസിബിൾ ആയിട്ടുള്ളതിലേക്ക് നമ്മുടെ ശ്രദ്ധയും ചിന്തയും ബോധവും ഒക്കെ കൊണ്ടുപോകും. അങ്ങനെ എന്നാലും കുട്ടി അത് പഠിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു എന്താണ് പ്ലാൻ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്? ആദ്യം അവന് പ്ലാന്റ് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? അതിലൂടെ അവന് അപ്പം മൂർത്തമായത് രൂപമുള്ള ഒന്നിൽ നിന്ന് അരൂപമായ ഒരു കൺസെപ്റ്റ് അവൻ പഠിക്കാൻ പോവാണ് അല്ലേ? സസ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് അവൻ പോവാണ്. അങ്ങനെ പഠിപ്പിച്ചെടുക്കുന്ന ആ ഒരു രീതിക്കാണ് പ്രത്യക്ഷ ബോധനം എന്ന് പറയുന്നത്. ഇനി 6 നോക്കിക്കേ, സൈക്കോ കോഗ്നിറ്റീവ് അപ്രോച്ച്. എന്താണ് ഈ സൈക്കോ കോഗ്നിറ്റീവ് അപ്രോച്ച് എന്താണ്? അതിൻ്റെ അർത്ഥം മനോവൈജ്ഞാനിക സമീപനമാണ്. മനോവൈജ്ഞാനിക സമീപനമാകണം അധ്യാപനത്തിലെ എല്ലാ ഘട്ടത്തിലും ആലംബമായി മാറേണ്ടത്. ഒരു മനോവൈജ്ഞാനിക സമീപനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു കുട്ടിയുടെ മാനസിക നിലവാരത്തിനും താല്പര്യത്തിനും അനുസരിച്ചാകണം ഏതൊരു കാര്യവും കുട്ടിയെ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിനെയാണ് മനോവൈജ്ഞാനിക സമീപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവൻ്റെ മാനസിക നിലവാരം നോക്കണം, അവൻ്റെ താല്പര്യവും നോക്കണം. കുട്ടിയുടെ കാലിബർ അഥവാ കുട്ടിയുടെ കപ്പാസിറ്റി അറിഞ്ഞേ പഠിപ്പിക്കാവൂ. അധ്യാപകൻ എങ്ങനെ കിണഞ്ഞു പരിശ്രമിച്ചാലും കുട്ടിക്ക് തോന്നിയെങ്കിൽ അധ്യയനം നടക്കും. അത് ശരിയാണ്. ഒരു വിഷയം പഠിപ്പിക്കാനായിട്ട് ചെല്ലുമ്പോൾ കുട്ടി തീരെ താല്പര്യമില്ലാതിരിക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് പഠനവാഞ്ച ഉദ്ദീപിപ്പിച്ചെടുത്താലും കുട്ടി അവിടെ ഇരുന്നാലേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കൂ? പഠിപ്പിക്കാനായിട്ട് സാധിക്കൂ. കുട്ടിക്ക് താല്പര്യം ഉണ്ടാക്കുകയും വേണം. കാരണം കുട്ടിക്ക് താല്പര്യമില്ലെന്ന് വെച്ചാൽ അധ്യാപികയ്ക്ക് പഠിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? അല്ലേ? കുട്ടി പഠിച്ചല്ലേ പറ്റൂ. അത് വസ്തുതയാണ്. പക്ഷേ താല്പര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കുട്ടിക്ക്. ബോധനവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും മനോവൈജ്ഞാനിക സമീപനമായിരിക്കണം നാം സ്വീകരിക്കേണ്ടത്. അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി ആയിട്ട് തന്നെ അധ്യാപകൻ്റെയോ അധ്യാപികയുടെയോ ആ ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയാണ് അവിടെ വെളിവാകുന്നത്. കാരണം പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടിയിൽ പഠനവാഞ്ച ഉണ്ടാക്കുക ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്.
പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടിയെ നമ്മൾ പഠനം എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക. അവൻ അവിടെ വന്നിട്ട് അവന് പഠിക്കണമെന്ന് തോന്നിയാൽ നമ്മളൊരു 68-70% വിജയിച്ചു. തോന്നലുളവാക്കി അല്ലേ? അതൊരു മനോവൈജ്ഞാനിക സമീപനമാണ്. തോന്നലുളവാക്കി കഴിഞ്ഞാൽ പിന്നെ അവനത് ആസ്വദിക്കണം, അതവൻ പഠിക്കണം, അങ്ങനെയുള്ള ലെവലിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ്. അല്ലാതെ തുടക്കത്തിൽ താല്പര്യമില്ലാത്ത ഒരു കുട്ടിക്ക് നമ്മൾ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ കുട്ടിയിൽ താല്പര്യം ഉളവാക്കുക ഒരു പ്രധാന ഘടകമാണ്. കുട്ടിയിൽ താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. അതിനെയാണ് മനോവൈജ്ഞാനിക സമീപനം എന്ന് പറയുന്നത്. പാഠ്യപദ്ധതി തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? അതിൽ ഒന്നാമത് വരുന്നത് പ്രവർത്തനാധിഷ്ഠിതമായിരിക്കണം. എപ്പോഴും ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കണം. പാഠ്യപദ്ധതി സമീപനം ഒരിക്കലും ഒരു അധ്യാപകൻ പറയുന്ന അല്ലെങ്കിൽ വെറുതെ ക്ലാസ് മുറികളിലും പുസ്തകത്താളുകളിലും തീരേണ്ടതല്ല. പ്രവർത്തനാധിഷ്ഠിതമായിരിക്കണം. അതെപ്പോഴും ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കണം. മറ്റൊന്ന് പഠനം ഉറപ്പാക്കുന്ന പഠന നേട്ടമായിരിക്കണം. പഠനം ഉറപ്പാക്കുന്നത് ആയിരിക്കണം അല്ലേ? യെസ്, ഇത് ഒരൊറ്റ ഇതാണ് പഠന നേട്ടങ്ങൾ. ഓക്കെ, അപ്പോൾ പ്രവർത്തനാധിഷ്ഠിതമായിരിക്കണം, പഠനം ഉറപ്പാക്കുന്നതായിരിക്കണം, പഠന നേട്ടങ്ങൾ കൈവരിക്കാൻ പ്രാപ്തമായതുമായിരിക്കണം. അതായത് വെറുതെ പഠിപ്പിച്ചത് കൊണ്ടായോ? വെറുതെ പഠനം ഉറപ്പിച്ചതുകൊണ്ടും ആയില്ല, കുറേ പ്രവൃത്തികൾ ചെയ്തതുകൊണ്ടും ആയില്ല. ആ ചെയ്യുന്ന കാര്യം കൊണ്ട് പഠന നേട്ടം കൈവരിക്കാൻ നമുക്കാകുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ പരിസ്ഥിതി സൗഹൃദപരമായിരിക്കണം. എപ്പോഴും ഇക്കോളജിയുമായി ബന്ധപ്പെട്ട് നിന്ന് അവൻ്റെ ചുറ്റിനുമുള്ള പരിസ്ഥിതി അല്ലെങ്കിൽ അവൻ്റെ ചുറ്റിനുമുള്ള പ്രകൃതിയെ കൂട്ടുപിടിച്ച് അങ്ങനെ പ്രകൃതിയുമായി ഇഴുകിച്ചേർന്നുള്ള ഒരു പഠന സംവിധാനമാണ് നല്ലത്. അതാണ് പരിസ്ഥിതി സൗഹൃദം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം ഒരു LP UP ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾക്ക് പഠിക്കാനുള്ളപ്പോൾ എപ്പോഴും പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ടാവും. ഇപ്പോൾ കല്ലേൻ പൊക്കുടൻ്റെ കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന് പറയുന്ന ആത്മകഥയെക്കുറിച്ച്, കല്ലേൻ പൊക്കുടനെ കുറിച്ച്, ഈ കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിച്ച് പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്ത ഒരു വലിയ ആളാണ് കല്ലേൻ പൊക്കുടൻ. അപ്പോൾ അതൊക്കെ കുട്ടികൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി പ്രകൃതി സൗഹൃദമായി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അവൻ മനസ്സിലാക്കുന്നു. വികാസ മേഖലകളെ പരിഗണിക്കുന്നതുമായിരിക്കണം. വികസിച്ചു കൊണ്ടേയിരിക്കുന്ന മേഖലകളെ പരിഗണിക്കണം. പ്രകൃതിയെ മാത്രം പോരാ. ഇപ്പോൾ പ്രകൃതി സ്നേഹം പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം വ്യവസായങ്ങൾ നമുക്ക് വേണ്ടേ? എല്ലാം വേണം അല്ലേ? അപ്പോൾ വികസന മേഖലയും എന്ത് ചെയ്യണം, നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള വികസന മേഖലകളെ പരിഗണിക്കണം. വികാസ മേഖലകളെ പഠിതാവിൻ്റെ പ്രകൃതത്തിന് യോജിച്ച ഒരു പാഠ്യപദ്ധതിയാണ് വേണ്ടത്. ഇപ്പം കേൾവി ശക്തി അല്ലേ, ശ്രവണ വൈകല്യമുള്ള കുട്ടിയുണ്ടാവും, കാഴ്ച പരിമിതിയുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവരെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടുള്ള പാഠ്യപദ്ധതി ആയിരിക്കണം. ശ്രവണ വൈകല്യമുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ദൃശ്യ രീതിയിൽ അല്ലെങ്കിൽ കാഴ്ചയിലൂടെ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. ഇനി കാഴ്ച പരിമിതിയുള്ള കുട്ടിയാണെങ്കിൽ ഓഡിയോ രീതിയിൽ അല്ലെങ്കിൽ വായന രീതിയും കൊണ്ടുവരണം. ഇത്തരത്തിൽ കുട്ടിയുടെ വൈകല്യങ്ങൾ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് ആവണം പാഠ്യപദ്ധതി തയ്യാറാക്കേണ്ടത്. പഠിതാവിൻ്റെ പ്രകൃതത്തിന് എന്ത് ചെയ്യണം, യോജിച്ചതായിരിക്കണം. പഠനത്തോടൊപ്പം വിലയിരുത്തലും ഒത്തുചേർന്ന് പോകുന്നതായിരിക്കണം. അതായത് ഒരു കൺസെപ്റ്റ് കുട്ടി പഠിച്ചാൽ അല്ലേ, അധ്യാപിക എങ്ങനെയാണ് കുട്ടി അത് പഠിച്ചു എന്ന് ഉറപ്പിക്കുന്നത്? അവനോട് ചോദ്യങ്ങൾ ചോദിക്കും, മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ് ടെസ്റ്റൊക്കെ നടത്തും. എന്നിട്ടാണ് അധ്യാപിക എന്ത് ചെയ്യുന്നത്, ഉറപ്പിക്കുന്നത് ഇവൻ ഇത് പഠിച്ചു, ഇവൻ ഇത് പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠനത്തോടൊപ്പം ഒരു വിലയിരുത്തൽ കൂടി ആവശ്യമാണ്. ഇത്രയാണ് പാഠ്യപദ്ധതി സമീപനത്തിൽ വരുന്നത്. ഒന്ന് പ്രവർത്തനാധിഷ്ഠിതമായിരിക്കണം, ആക്ടിവിറ്റി ഓറിയൻറ്റഡ്, പഠനം ഉറപ്പാക്കുന്നതായിരിക്കണം അല്ലെ, പഠനം നടക്കുന്ന അല്ലെ പഠനം ഉറപ്പാണ് എന്നുള്ള രീതിയിൽ പാഠ്യപദ്ധതി കൊണ്ടുവരണം. പിന്നെ പഠന നേട്ടം എന്തായാലും അതും ഉണ്ടാകണം. പരിസ്ഥിതി സൗഹൃദമായിരിക്കണം, ആവാസ വ്യവസ്ഥയുമായി ചേർന്ന് പോകുന്ന പഠന സംവിധാനമായിരിക്കണം, വികാസ മേഖലകളെ പരിഗണിക്കുന്നത് ആയിരിക്കണം, പഠിതാവിൻ്റെ പ്രകൃതത്തിന് കുട്ടിയുടെ ആ ഒരു രീതിക്ക് അനുസരിച്ചായിരിക്കണം എന്ത് കൊണ്ടുപോകേണ്ടത്,
നമ്മൾ പാഠ്യപദ്ധതി കൊണ്ടുപോകേണ്ടത്. പഠനത്തോടൊപ്പം തന്നെ വിലയിരുത്തൽ നടത്താനും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് കേറ്ററ്റിലെ ഒരു ബോധന രീതി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മുടെ മലയാളം പെഡഗോജിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനം മുൻ പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഇനി നമുക്ക് ഈ കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് കേറ്ററ്റിൻ്റെ ക്ലാസ് എന്ന് നമ്മൾ പറഞ്ഞു. വളരെ ഫലപ്രദമായ ഒരു ബാച്ച് ഈ 29 സെപ്റ്റംബറിൽ നമ്മൾ ആരംഭിച്ചു. സെപ്റ്റംബർ 29 കേറ്ററ്റ് കാറ്റഗറി 1 വെറും 1500 രൂപയ്ക്ക്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഷർട്ട് വാങ്ങുന്ന പൈസയ്ക്ക് ഒരു ടീച്ചിങ് എലിജിബിലിറ്റി ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ, ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ കേറ്ററ്റ് കാറ്റഗറി 1 വെറും 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ കേറ്ററ്റ് കാറ്റഗറി 2 ഉണ്ട്. 2999 രൂപയേ ഉള്ളൂ. അതുപോലെ കേറ്ററ്റ് കാറ്റഗറി 3 ആണ്. അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്യുന്ന സബ്ജക്റ്റ് ഏതൊക്കെയാണ് കാറ്റഗറി 3 സബ്ജക്റ്റ് എന്ന് ചോദിച്ചാൽ അതിൽ ഇംഗ്ലീഷും സോഷ്യൽ സയൻസും നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും ആണ് അതിൻ്റെ ഐച്ഛിക വിഷയമായി വരുന്നത്. അതിനും 2499 രൂപയാണുള്ളത്. ഇനി ഈ കേറ്ററ്റ് പോലുള്ളൊരു ക്വാളിഫയിങ് എക്സാം എഴുതാൻ വരുന്നവരിൽ ഏറിയ പങ്കും നിലവിൽ അധ്യാപകരായി പല സ്കൂളുകളിൽ, എയ്ഡഡ് സ്കൂളുകളിലായാലും ഗവൺമെൻറ് സ്കൂളുകളിൽ തന്നെ ആയാലും ഒക്കെ, അല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളുകളിലും ഒക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലേ. പിന്നെ കുറച്ച് പേരെ സംബന്ധിച്ച് പഠിക്കുന്നവരുണ്ടാവും. പഠനത്തോടൊപ്പം കേറ്ററ്റ് കൂടി ക്രാക്ക് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പഠിച്ചു വരുന്ന ഉദ്യോഗാർത്ഥികളും കാണും. അപ്പോൾ അവരെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ലൈവ് ബാച്ചിനോടൊപ്പം റെക്കോർഡ് കൂടി, അപ്പോൾ അതത് ദിവസങ്ങളിൽ എന്താണോ ഇവിടെ പഠിപ്പിക്കുന്നത് ആ പഠിപ്പിക്കുന്ന ക്ലാസ് റെക്കോർഡ് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഒപ്പം തന്നെ ഈ ഒരു ആപ്പിനകത്ത് ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ആ ഡൗൺലോഡ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നോട്ടുകൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം തന്നെ പഠിക്കാവുന്നതാണ്. 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് വിത്ത് അനോട്ടേഷനും മറ്റൊന്ന് വിത്തൗട്ട് അനോട്ടേഷനും. വിത്തൗട്ട് അനോട്ടേഷനാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെ തന്നെ എങ്ങനെയാണോ ആ സ്ലൈഡ് ക്ലാസ്സിലേക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിയത് അത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം. എന്നാൽ വിത്ത് അനോട്ടേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ലെക്ചറിങ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫാക്കൽറ്റി പല അഡീഷണൽ വസ്തുതകളും അതിനകത്ത് ഉൾപ്പെടുത്തും അല്ലേ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് പറയുവാണ്. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും സാഹിത്യം ഓറിയൻറ്റഡ് ആകുമ്പോൾ ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിന് 1965 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടി. ഓടക്കുഴൽ എന്ന കൃതിക്കാണ് കിട്ടിയത്. പിന്നെ ജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രധാന വസ്തുത അദ്ദേഹത്തിന് മൃത്യുബോധത്തിൻ്റെ കവി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ദാർശനിക കവിയെന്നും മൃത്യുബോധത്തിൻ്റെ കവി എന്നൊക്കെ വിളിക്കുന്നത് ജിയാണ്. സൂര്യകാന്തി ഒക്കെ എഴുതിയത്, ടാഗോറിൻ്റെ ഗീതാഞ്ജലിയൊക്കെ അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അനുബന്ധ വസ്തുതകളായിട്ട്, ചിലപ്പോൾ അത് സ്ലൈഡിൽ ഉണ്ടാവില്ല അല്ലേ, സ്പോണ്ടേനിയസ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചറിൻ്റെ മെമ്മറിയിൽ നിന്നും പെട്ടെന്ന് വരുന്ന കുറേ ആശയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ടീച്ചർ എവിടെ നോട്ട് ചെയ്യുന്നത്, ടീച്ചർ ഈ ഒരു സ്ലൈഡിൽ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വിത്ത് അനോട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്താൽ മതി. വിത്ത് അനോട്ടേഷനിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് അത് എടുക്കാവുന്നതുമാണ്. അങ്ങനെ 3 കാറ്റഗറികളിലെയും അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മലയാളം ക്ലാസ്സും അതിനകത്തുണ്ട്. അപ്പോൾ അവിടെ പഠിപ്പിച്ചൊരു കണ്ടൻറ്റ് തന്നെയാണ് ഞാൻ യൂട്യൂബിലെ മക്കൾക്കായിട്ട് ഇപ്പോൾ തന്നത്. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈലം PSCയുടെ ടീച്ചിങ് എക്സാം കാറ്റഗറിയുടെ ഏറ്റവും വലിയ ക്വാളിഫയിങ് എക്സാമായ കേറ്ററ്റിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ, ക്ലാസ്സിൻ്റെ ഡ്യൂറേഷനോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ക്ലാസ് വരുന്നത് എന്നൊക്കെ ഉള്ള വിശദ വിവരം മെൻറ്റർ നിങ്ങൾക്ക് തരും. അപ്പോൾ എല്ലാവരെയും ഞാൻ സൈലം PSCയുടെ കേറ്ററ്റ് ക്ലാസ്സിലേക്ക്, ഒരു പുതിയ ബാച്ചിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മലയാളം ക്ലാസ്സുകളുമായി നമുക്ക് കേറ്ററ്റിൻ്റെ ക്ലാസ്സിൽ കാണാം. ബൈ, ടാറ്റ.